Hi all. Good evening and welcome to PsyQuesta BPCC 112 Organizational Behavior Pre-Revision Class. തേർഡ് ഇയേഴ്സ് ആണ് എല്ലാവരും നാളെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എഴുതാൻ വേണ്ടി പോവാണ്. ഇപ്പം ഒബി അല്ലെ, ഞങ്ങൾ ഒബി നാട്ടോ പറയാം ഓർഗനൈസേഷണൽ ബിഹേവിയറിന്. അപ്പോ ഒബി ഈസ് വൺ ഓഫ് ദി ഒരു പ്രൊമിനന്റ് ഏരിയ ആണ് സൈക്കോളജിയിൽ. അപ്പം സൈക്കോളജി എന്ന മാനസിക രോഗത്തിന് ചികിത്സിക്കാന്നൊരു ഒരു കണ്ടന്റ് വെച്ചിട്ടാണ് നമ്മളെല്ലാം കാണാം. പക്ഷെ ഒബി ഡിഫറെന്റ് ആണ്. എല്ലാം മാനസിക രോഗത്തിന് ചികിത്സിക്കുന്നതല്ല, പക്ഷെ ഒബി വെരി ഡിഫറെന്റ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷണൽ സെറ്റിംഗ്സിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അതായത് ആ ഓർഗനൈസേഷനെ ഹൈയസ്റ്റ് ലെവലിലേക്ക് എത്തിക്കുക. അതിന്റെ ഭാഗമായിട്ട് ഓർഗനൈസേഷനിൽ കോൺഫ്ലിക്റ്റ് ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക, ഓർഗനൈസേഷനിൽ നല്ല ടീം ബിൽഡ് ചെയ്യുക, ഓർഗനൈസേഷന്റെ ലീഡർഷിപ്പ് അടിപൊളിയാക്കുക, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക. ഇതൊക്കെ ചെയ്യാനായിട്ടാണ്. അതായത് ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് പണി അവിടെയുള്ള ആൾക്കാരുടെ മാനസിക രോഗം തീർക്കലല്ല, ആ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അതായത് ആ ഓർഗനൈസേഷനെ ഉന്നതിയിൽ എത്തിക്കാൻ വേണ്ടി ഓർഗനൈസേഷന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് ഒബി സൈക്കോളജിസ്റ്റിന് ധർമ്മം. ആസ് യൂഷ്വൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ പുതിയ സിലബസ് ആയതുകൊണ്ട് ആകെ 2 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 2023 ജൂണും 2023 ഡിസംബറും ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ. നോക്കുക, അറിയാലോ 50 മാർക്കിനാണ് വരുന്നത്. 50 മാർക്കിനതിനെ കൊണ്ട് എന്താണ് 8 ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം ഉണ്ടാവുക. 2 സെക്ഷനിലും 2 വീതം എഴുതാനാണ്. അറ്റ്ലീസ്റ്റ് ഒരു സെഷനിൽ 2 എഴുതാനാണ് പറയുന്നത് കേട്ടോ. 5 അറ്റംപ്റ്റ് ചെയ്യാം, പക്ഷെ എന്താണ് ഒരു സെഷന് 2 എഴുതണം. അതായത് ഏന്ന് 1 ബിന്ന് 4 അല്ല, ഏന്ന് 2 ബിന്ന് 3 അല്ലെങ്കിൽ ഏന്ന് 3 ബിന്ന് 2 ആ രീതിയിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു 10 മാർക്ക് ഞാൻ നിങ്ങൾക്ക് ഷുവർ ആക്കി തരാം. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫ്രീ ക്ലാസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി സൈക്കോസ്റ്റയുടെ യൂട്യൂബ് ചാനലിലുണ്ട്, അത് കണ്ടുകൊള്ളാം. ബാക്കി ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന് 2 or 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. Okay, define organizational behavior. Discuss the historical antecedents of organizational behavior. OBയുടെ ഹിസ്റ്ററി ആണ് 8 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. OB എന്താണ് ഏരിയ 2 മാർക്കും കിട്ടും. എക്സ്പ്ലെയിൻ വേരിയസ് കണ്ടന്റ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷന്റെ കണ്ടന്റ് തിയറികളാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് ബേസിസ് ഓഫ് പവർ. പവറിന്റെ കോൺസെപ്റ്റും ഉണ്ട്, പവറിന്റെ ബേസിസും ചോദിച്ചിട്ടുണ്ട്. Okay, next question. Write short note on the following in about 150 words. Short note എഴുതാനാണ്. Personal characteristics in job satisfaction. Job satisfaction ന്റെ personal characteristics ആണ്. Types of organizational citizenship behavior. Organizational citizenship behavior types ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് ലീഡർഷിപ്പ്. ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന ഒരു ഏരിയ ആട്ടോ ലീഡർഷിപ്പിന്റെ തിയറീസ്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷണൽ ചേഞ്ച്. Describe strategies to manage organizational resistance to change. അതായത് ഓർഗനൈസേഷൻ എപ്പോഴും ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പം കൊറോണ കഴിഞ്ഞപ്പോൾ കുറെ ചേഞ്ച് വന്നില്ല. അങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ കാലാധീനമായിട്ട് പണ്ട് കമ്പ്യൂട്ടറിനെതിരായിരുന്നു ചില പാർട്ടിക്കാരൊക്കെ. ഇപ്പൊ കമ്പ്യൂട്ടർ അവരും അനുകൂലിച്ചു തുടങ്ങി അല്ലെ. ചേഞ്ചുകൾ വേണം. റെസിസ്റ്റന്റ് ചെയ്തു, ചിലർ മാറ്റാൻ അനുവദിക്കൂല, മാറാതെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ മാറ്റങ്ങളെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് ആണ് ചോദിച്ച് ഇരിക്കുന്നത്. ഇനി ഡിസ്ക്രൈബ് ദ മോഡൽ ഓഫ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്. 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 150 വേർഡ്സിൽ. മെഡിറ്റേഷൻ ആസ് എ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്. സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക് ചോദിച്ചിട്ടുണ്ട്. എഗെയിൻ ഇതും ഞാൻ ഫ്രീ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കും വരാനുള്ള ചാൻസ് ഉണ്ട്, ഞാൻ വീഡിയോ ഇട്ട് തന്നേക്കാം. എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ എലമെന്റ്സ് ഇത് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലെ എലമെന്റ്സിലെ സെന്റർ റിസീവർ ആ സെയിം സാധനം തന്നെയാട്ടോ വരുന്നത്. അത് വേണമെങ്കിൽ ഞാൻ തന്നേക്കാം. ഓക്കെ ആണോ? 2023 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ, ഇനി പ്രസന്റ് ചെയ്യുന്നത് എനിക്ക് കാണുന്നില്ല. എന്റെ നെറ്റ്വർക്ക് കാണാത്തവരുണ്ടോ? പ്രസന്റ് ചെയ്തത് കാണാത്തവരുണ്ടോ? പ്രസന്റ് ചെയ്ത് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് മാം. അന്ന് ഇയാളൊന്ന് ലെഫ്റ്റ് ആയിട്ട് റീജോയിൻ ചെയ്തേക്കൂ കേട്ടോ. ഓക്കെ, നോക്കിക്കേ.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയ ഡിഫൈൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ. അപ്പൊ OB എന്താ ഡിഫൈൻ ചെയ്യാൻ 2 മാർക്കിന് എപ്പോഴും വരുന്നുണ്ട്. ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫീൽഡ് ഓഫ് OB ഇൻ ദ പ്രസന്റ് ടൈം. ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ഫ്രീ ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. ഇതൊക്കെ ഡിസ്ക്രൈബ് എനി 2 പ്രോസസ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. അപ്പൊ മോട്ടിവേഷന്റെ പ്രോസസ് തിയറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നു, കാരണം 2 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് അത് കാണിക്കുന്നുണ്ട്. ഇനി ഡിസ്കസ് ദ റെലവൻസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ, മറ്റേതില് കമ്പോണൻസ് ആണ്, ഇതിൽ റെലവൻസ് ആൻഡ് ഫങ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഇനി റൈറ്റ് ഷോർട്ട് നോട്ട് ഓഫ് ദി ഫോളോയിങ് ഇൻ അബൌട്ട് 150 വേർഡ്സിൽ കോമ്പണൻസ് ഓഫ് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. വർക്ക് സിറ്റുവേഷൻ ക്യാരക്ടറിസ്റ്റിക്സും ചോദിച്ചിട്ടുണ്ട്. OBയുടെ ഒക്കെ കേസിൽ നമുക്ക് ഇന്നത് ഇപ്പൊ 2 ക്വസ്റ്റ്യൻ പേപ്പറുള്ളൂ. അപ്പൊ ഇന്ന പാഠം ഭയങ്കര ഇമ്പോർട്ടന്റ്, ഇന്ന ഏരിയ ഭയങ്കര ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഇപ്പൊ 5-6 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ കുറെ റിപ്പീറ്റഡ് വന്നാൽ ഇന്ന ഏരിയ നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ തേർഡ് ഇയേഴ്സിനെ സംബന്ധിച്ചത് ആകെ നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതിനെ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് പറയാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. എന്നാലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ OB, സാധാരണ OB വരുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് പറഞ്ഞുതരാം. ഇനി എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്സ് ഓഫ് പവർ ടാക്ടിക്സ് ആണ് അടുത്തത്. പവർ എന്നൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷണൽ ചേഞ്ച്. എക്സ്പ്ലെയിൻ ലെവിൻസ് മോഡൽ ഓഫ് ഓർഗനൈസേഷണൽ ചേഞ്ച്. അപ്പൊ ഓർഗനൈസേഷണൽ ചേഞ്ച് എന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ടഡ് ആണ്. നേരത്തെ അവിടെ ചോദിച്ച സ്ട്രാറ്റജീസ് ആയിരുന്നെങ്കിൽ ഇവിടെ ലെവിന്റെ മോഡലാണ്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ. സൈക്യാപ്പിന്റെ കാര്യം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദി ഫോളോയിങ് ഇൻ അബൌട്ട് 150 വേർഡ്സിൽ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഓൺ ലീഡർഷിപ്പ് ചോദിച്ചിട്ടുണ്ട്. സ്കെയിൽസ് മോഡൽ ഓഫ് ഓർഗനൈസേഷണൽ കൾച്ചറും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ നോക്കിക്കേ, ഓർഗനൈസേഷണൽ ബിഹേവിയർ. അപ്പൊ ഡെഫിനിഷൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഡെഫിനിഷൻ ഉണ്ട്. അപ്പൊ ഡെഫിനിഷൻ തുടങ്ങിയിട്ട് നമുക്ക് പറയാം കേട്ടോ. ദ ഫീൽഡ് ദാറ്റ് സീക്സ് knowledge of behavior in organizational setting by systematically studying individual group and organizational process. ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക, വിത്ത് ഇയർ പേര് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഐ തിങ്ക് ഇതായിരിക്കും കൂടുതൽ നന്നാവട്ടോ. A field of study that investigate the impact that individual group and structure have on behavior within organization for the process of applying such knowledge toward improving an organization effectiveness. കണ്ടോ, ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഇമ്പാക്ട് പഠിക്കുകയാണ്. എന്തിന്റെ? ഇൻഡിവിജ്വലിന്റെയും ഗ്രൂപ്പിന്റെയും സ്ട്രക്ചർ. ഒരു ഓർഗനൈസേഷനിലെ സ്ട്രക്ചർ, അവിടുത്തെ ഇൻഡിവിജ്വൽ, ഞാനൊരു ഇൻഡിവിജ്വൽ, ഒരു ഗ്രൂപ്പ്, ഇവരൊക്കെ എടുത്ത് പഠിക്കണം. അവരുടെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ്. എന്നിട്ട് ആ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഓർഗനൈസേഷനെ എഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സൈക്കോളജിയുടെ ഫീൽഡാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ. അതായത് ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്, ഇൻഡിവിജ്വലിന് പഠിക്കുന്നുണ്ട്, ഗ്രൂപ്പിന്റെ പഠിക്കുന്നുണ്ട്. അവരുടെ ബിഹേവിയർ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ആ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഓർഗനൈസേഷന് എഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് ഓർഗനൈസേഷണൽ സൈക്കോളജി. ഓക്കെ, സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ സീക്സ് ടു ഡെവലപ്പ് എ ബേസ് നോളജ് യൂസിങ് എ സിസ്റ്റമാറ്റിക് എംപരിക്കൽ ആൻഡ് റിസർച്ച് ഓറിയന്റഡ് അപ്രോച്ച്. ഇവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് എംപരിക്കൽ ആയിട്ട് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടാണ് OBയിലെ കാര്യങ്ങൾ പഠിക്കുന്നത്. ഈ 2 പോയിന്റ്സ് ആണ് നിങ്ങൾ OBയുടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതി വെക്കേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ആണോ? ഓക്കെ മാം. ഹിസ്റ്ററി ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, സൈക്കോസ്റ്റയുടെ ഗ്രൂപ്പില്. രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയും. രണ്ടാമത്തെ പോയിന്റ് പറയാലോ. അതായത് സിസ്റ്റമാറ്റിക് OBയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് OB പഠിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു ബേസ് നോളജ് ഡെവലപ്പ് ചെയ്യാണ്. എങ്ങനെ? സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. എംപരിക്കൽ, അതായത് നമ്മുടെ സ്റ്റാറ്റി ഒക്കെ ഉപയോഗിച്ചിട്ട് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടാണ് OBയിലെ കാര്യം പഠിക്കുന്നത്. വായിക്ക് തോന്നുന്നു കൊതക്കി പാട്ട് പോലെയല്ല, വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് സ്റ്റാറ്റി ഒക്കെ ഉപയോഗിച്ച് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടാണ് OBയിലെ കാര്യങ്ങൾ പഠിക്കുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ 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 മാം. വെൽക്കം. ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീ ക്ലാസ് ആണെന്ന് വെച്ചാൽ ഡൗട്ട് ചോദിക്കാതിരിക്കരുത്. ഹിസ്റ്ററി അതിൽ സയന്റിഫിക് മാനേജ്മെന്റ് സ്റ്റഡിയും ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റും എക്സ്പെരിമെന്റ്സ് ഓൺ ഇല്യൂഷനും ഒക്കെ വരുന്നുണ്ട്. വളരെ വിശദമായിട്ടാണ് ഞാൻ OBയുടെ ഹിസ്റ്ററി പറഞ്ഞിരിക്കുന്നത്. നോട്ട് ഞാൻ ഇട്ടുതരാം, അതും കൂടെ നോക്കാം. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ചാപ്റ്ററിൽ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ടഡ്. ഏതെങ്കിലും ഒരെണ്ണം വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഹിസ്റ്ററി ആയിരിക്കും, കാരണം അവരെപ്പോഴും എന്താണ് ഇപ്രാവശ്യം ഹിസ്റ്ററി ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും.
2022 ഡിസംബറിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയതിനെ കൊണ്ട് ഹിസ്റ്ററി ആവാനാണ് ചാൻസ്. ഉണ്ടോ? ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചപ്പോ മേ ബി ഹിസ്റ്ററി ആവാനാണ് ചാൻസ്. എന്നാലും രണ്ടും നോക്കിക്കോളൂ കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് നോക്കിക്കോളൂ. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഒന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടാകും. ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രം കേട്ടോ ഞാൻ പറഞ്ഞു പോകുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്. എന്താണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ? പല ഘടകങ്ങളും ജോബ് സാറ്റിസ്ഫാക്ഷനിലുണ്ട്. അതില് ഒരു കാര്യം പറയണ, ഇപ്പൊ ഞാൻ പറയണേ, ഒരു ഫാനൊരു ഘടകമാണെന്ന് വെച്ചാൽ ഘടകമേ അല്ല. പക്ഷെ ഒരു ചൂടുകാലത്ത് ആ ഫാൻ ഇല്ലെങ്കിൽ നമുക്ക് ജോലി മടുക്കും. അപ്പൊ നമുക്ക് ജോലി, അതൊരു ചെറിയ ഘടകം. ജോലിയുടെ സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഒരു ഓർഗനൈസേഷന്റെ സക്സസ്. അതായത് ഇവിടെ വരുന്ന എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്റെ ഓർഗനൈസേഷൻ കൂപ്പുകുത്തും. Okay, the most used research definition of job satisfaction is by Locke. Definition who define it is a pleasurable or positive emotional state resulting from the appraisal of one's job or job's experience. ഒരാൾ അയാളുടെ ജോബിനെ പറ്റിയിട്ടോ ജോബ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് ആലോചിക്കുന്നു. അപ്രൈസൽ, വിലയിരുത്തുമ്പോൾ അയാൾക്ക് ഒരാൾ അയാളുടെ ജോബിനെ പറ്റിയിട്ടോ ജോബ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടോ വിലയിരുത്തുന്ന സമയത്ത് അയാൾക്ക് പോസിറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ആണ് ഉണ്ടെങ്കിൽ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ജോലി, അതല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇസ് an emotional response to a job situation. ഒരു ജോബ് സിറ്റുവേഷനോട് നമ്മൾ കൊടുക്കുന്ന ഇമോഷണൽ റെസ്പോൺസ് ആണ്. ആസ് സച്ച് ഇറ്റ് കനോട്ട് ബി സീൻ, ഇറ്റ് ക്യാൻ ബി ഇൻഫേർഡ്. നമുക്ക് കാണാമെന്ന് പറ്റില്ല, അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു ഇമോഷണൽ ഒരു റെസ്പോൺസ് ആണ്. നമുക്ക് നമ്മുടെ ജോലിനോട് കൊടുക്കുന്ന ഇമോഷൻ, എനിക്ക് വെറുപ്പാണ്, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 100% ജോബ് സാറ്റിസ്ഫൈഡ്. കാരണം എനിക്ക് ഇഷ്ടമാണ് എന്റെ ജോബ്. ഇങ്ങോട്ട് വരാനും ക്ലാസ് എടുക്കാനും ഇന്റേൺഷിപ്പ് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. 100% ജോബ് സാറ്റിസ്ഫൈഡ്. അതാണ് കാണാൻ പറ്റില്ല, പക്ഷെ അനുഭവിച്ചറിയാം. Job satisfaction is the extent to which the working environment meets the job satisfaction needs and expectation of employees. ഒരാളുടെ നീഡും എക്സ്പെക്ടേഷൻസും, അതായത് എന്റെ ആവശ്യങ്ങൾക്കും എന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ചാണ് എന്റെ ജോലിയെങ്കിൽ ഓഫ്കോഴ്സ് എനിക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇപ്പൊ പിന്നെ ഭയങ്കര ജോളി ആയിട്ടുള്ള ഒരു ജോബ് എക്സ്പെക്ട് ചെയ്തു പോകുന്ന അതാണ് വേണ്ടത്. നല്ലൊരു എന്താ പറയുക, ഒരു പ്ലഷറബിൾ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് അയാളുടെ നീഡ്, അയാളുടെ എക്സ്പെക്ടേഷൻ എന്ന് വിചാരിക്കാം. അയാൾ പോയിട്ട് പട്ടാള ചിട്ടയാണെങ്കിൽ അവിടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അയാളുടെ നീഡിനെയും അയാളുടെ എക്സ്പെക്ടേഷൻസിനെയും അനുസരിച്ചായിരിക്കണം എന്ത് നമ്മുടെ ജോബ്. അപ്പൊ മാത്രമേ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. It is a result of employees' perception of how well their job provides outcome that are known as important. കണ്ടോ, നമ്മൾ പെർസീവ് ചെയ്യാണ് എത്ര ഔട്ട്കം ഉണ്ട്, നമ്മൾ പെർസീവ് ചെയ്യാണ്. ഓക്കെ ആണെങ്കിൽ ഓക്കെ, നമ്മൾ പെർസീവ് ചെയ്യുന്ന എങ്ങനെയാണോ അങ്ങനെ അനുസരിച്ച് ഇരിക്കും. ജോബ് സാറ്റിസ്ഫാക്ഷൻ is an evolution of the job and the organization that show up insignificant work behavior such as productivity, absenteeism, turnover, workplace deviance, organizational citizenship, and so forth. Job satisfaction can be understood as an important job attitude. Kano, job satisfaction ആണ് ജോബിനോട് നമുക്കുള്ള ഇവാലുവേഷൻ ആണ്. ഇവിടെ കുറെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പ്രൊഡക്ടിവിറ്റി, ആബ്സെന്റീസം, ആബ്സെന്റ് ആവുന്നുണ്ടോ ഇല്ലയോ, ടേൺ ഓവർ, നമ്മുടെ ടേൺ ഓവർ വർദ്ധിക്കുന്നുണ്ടോ, വർക്ക് പ്ലേസിലെ ഡിവിയൻസ് ഉണ്ടോ, ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ നോക്കുന്നത്. ജോബ് സാറ്റിസ്ഫാക്ഷൻ ജോബ് ആറ്റിറ്റ്യൂഡിന് ജോബിനോടൊന്ന് നമ്മുടെ ആറ്റിറ്റ്യൂഡിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ ആണോ? അപ്പൊ ജോബ് സാറ്റിസ്ഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കും. പറഞ്ഞേ ഓക്കെ ആണോ? ഇനി നോക്കിക്കേ, ആന്റിസിഡൻസ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അതിൽ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ജോബ് സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ നമുക്ക് പേഴ്സണലി ഓരോരുത്തർക്കും ഇന്ന സാധനം ഉണ്ടെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആന്റിസിഡൻസ് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെയിൻ.
അതുപോലെ അതർ ഔട്ട്കംസ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് വരുന്നത്. അപ്പൊ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരാൾക്ക് ജോബ് സാറ്റിസ്ഫൈ, പേഴ്സണൽ ഇൻഡിവിജ്വൽ എടുത്ത് നോക്കുമ്പോൾ ജോബ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് വേണ്ടത്? 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 10 മാർക്കിന് വന്നാല് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് ഇൻട്രൊഡക്ഷൻ എഴുതുക. അതിനുശേഷം പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ ആണ് ഏജ് ആൻഡ് ഇയർ ഓഫ് എക്സ്പീരിയൻസ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. In general, research on age and tenure difference in job satisfaction suggests that older and more experienced workers are more satisfied with their job than are younger and less experienced workers. കണ്ടോ, ഒരു പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് പ്രായമുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ, യങ്ങർ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെക്കാളും. This relationship holds true for blue collar and white collar employees and for men and women. ഇത് ബ്ലൂ കോളർ ആയിക്കോട്ടെ, വൈറ്റ് കോളർ ആയിക്കോട്ടെ, മെൻ ആയിക്കോട്ടെ, വുമൻ ആയിക്കോട്ടെ, പ്രായം കൂടുകയും എക്സ്പീരിയൻസ് കൂടുകയും ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കൂടുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നുള്ളത്. Several explanations have been put forward for this relationship. First, it is attributed to more realistic job expectation of older employees owing to age and maturity. ഇതിനൊരു കാരണമായിട്ട് പറയുന്നത് ഏജ് ആൻഡ് മെച്ചോറിറ്റി ഉണ്ടാവുന്നതിനനുസരിച്ച് ജോബിന് എക്സ്പെക്ടേഷൻ ഒക്കെ റിയലിസ്റ്റിക് ആയിരിക്കും. കുറെ ശമ്പളം വേണമെന്നോ അങ്ങനെ വലിയ വലിയ എക്സ്പെക്ടേഷനോ, മെച്ചോറിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് എക്സ്പെക്ടേഷൻസ് കുറയും, അപ്പൊ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടും എന്നാണ്. ബ്ലൂ കോളർ എന്ന് വെച്ചാൽ വൈറ്റിന് നേരെ താഴത്തായിട്ടാ കാണിച്ചത്. Blue collar jobs are manual labor or factory jobs that do not involve office work. Office work ഇല്ലാത്ത കൂലിപ്പണി, അങ്ങനെ ലേബർ, അതിനെയാണ് ബ്ലൂ കോളർ ജോബ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലൂ കോളർ ആയിക്കോട്ടെ, വൈറ്റ് കോളർ ആയിക്കോട്ടെ, മെൻ ആയിക്കോട്ടെ, വുമൻ ആയിക്കോട്ടെ, പ്രായം കൂടുകയും എക്സ്പീരിയൻസ് കൂടുകയും ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കൂടുന്നുണ്ട്. 2-3 പോയിന്റ്സ് മതി ഇട്ട് ഓരോന്നിലും. ഓക്കെ ആണോ? ഓക്കെ ആണോ? അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അല്ല, മെജോറിറ്റി നോക്കിയിട്ട് അങ്ങനെ ജനറലൈസ് ചെയ്യലാണ് റിഷാന. അത് എല്ലാരെയും പോയിട്ട് പ്രായം കൂടുന്നുള്ള ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ ചോദിക്കില്ല. മെജോറിറ്റി വെച്ചിട്ട് ജനറലൈസ് ചെയ്യുന്നത്. അപ്പൊ മെജോറിറ്റിയും പ്രായം കൂടുകയും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കൂടുമ്പോഴും ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കണക്കില് അങ്ങനെ. ഇനി ജെൻഡറിന്റെ കേസിലും കുറെ കോൺട്രഡിക്ഷൻസ് ഉണ്ടെങ്കിലും വുമണ് പേയ്മെന്റ് കുറവായിരിക്കല്ലോ. അതുപോലെ തന്നെ അറിയാലോ, വുമൺ ആകുമ്പോൾ പിന്നെ അമ്മ എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ വുമൺ എന്ന് പറയുന്ന സമയത്ത് ഏത് കളക്ടർ ആണെങ്കിലും വീട്ടിലെ കാര്യം കൂടി നോക്കണം. അപ്പൊ അതൊരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അവസ്ഥ. എന്നുവെച്ചാൽ നമ്മുടെ ഇന്ത്യ പോലത്തെ പാട്രിയാർക്കൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന സ്ഥലത്ത് വുമൺ എങ്ങനെയായി കഴിഞ്ഞാലും ലെസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമുക്ക് എങ്ങനെയായാലും ജോലി ഉണ്ടാവും, വീടും ഉണ്ടാവും. അപ്പം അത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. For research evidence on gender difference in job satisfaction is job satisfaction inconsistent and contradictory. ജെൻഡറിന്റെ കേസിൽ ഒരു ഇൻകൺസിസ്റ്റന്റും കോൺട്രഡിക്ടറി ആയിട്ടാണ് പറയുന്നതെങ്കിലും general ആയിട്ട് പറയുമ്പോൾ in general women are paid less than men. Their opportunities for promotion are fewer and they believe that they have to work harder than men to receive comparable rewards. സ്ത്രീകൾക്ക് വേതനം കുറവാണ്, ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, പ്രൊമോഷൻസിനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് മെനിനെക്കാളും കൂടുതൽ അവർ വർക്ക് ചെയ്യണം എന്നുള്ള ചിന്ത വരും. അതുകൊണ്ട് തന്നെ എന്താണ് സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞ് കാണാറുണ്ട്. These different manifest in their satisfaction with their job. ഈ ഡിഫറൻസ് അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷനിൽ എടുത്ത് കാണിക്കാറുണ്ട്. Thus, gender relates to job satisfaction only to the extent that other factors vary with gender. ജെൻഡർ ജോബ് സാറ്റിസ്ഫാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? ഈ ലെസ് പെയ്ഡ്, നോ ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ വുമണിനും നല്ല പേയ്മെന്റ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പ്രൊമോഷൻ ഉണ്ടെങ്കിലൊക്കെ സാറ്റിസ്ഫാക്ഷന്റെ കേസ് വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീട്ടിൽ സപ്പോർട്ട് ഉണ്ട്, എന്റെ പാർട്ട്ണറിന് സപ്പോർട്ട് ഉണ്ട്, എനിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അത്യാവശ്യം പേയ്മെന്റ് നന്നായിട്ട് കിട്ടുന്നത്, അതുകൊണ്ട് ഐ എം സാറ്റിസ്ഫൈഡ്. അപ്പൊ ഈ ജെൻഡർ പറയുമ്പോൾ ഈ ഘടകങ്ങൾ വെച്ചിട്ടാണ് ജെൻഡറിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വിലയിരുത്തേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ഇനി ഓക്യുപ്പേഷണൽ ലെവലാണ്. ദ ലെവൽ അറ്റ് വിച്ച് ഇൻഡിവിജ്വൽ വർക്ക്സ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ഹാസ് സം ഇൻഫ്ലുവൻസ് ഓൺ ദിയർ സാറ്റിസ്ഫാക്ഷൻ. ഏത് ലെവലാണ്? ഇപ്പൊ എനിക്ക് ഹൈ സാറ്റിസ്ഫാക്ഷൻ ആണ് മേ ബി ഇത് എന്റെ സ്ഥാപനം, ഞാനിതിന്റെ സിഇഒയും ഡയറക്ടറായിട്ട് ഇരിക്കുന്നത് കൊണ്ടാവാം. അപ്പൊ ആ ലെവലിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇൻ ജനറൽ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് മോർ പോസിറ്റീവ് ജോബ് ആറ്റിറ്റ്യൂഡ്
than do first line supervisors, who in turn are usually more satisfied than their subordinates are. കണ്ടോ, എക്സിക്യൂട്ടീവ്സിന് എന്താണ് ഫസ്റ്റ് ലൈൻ സൂപ്പർവൈസേഴ്സിനെക്കാളും സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇനി ഫസ്റ്റ് ലൈൻ സൂപ്പർവൈസേഴ്സിന് എക്സിക്യൂട്ടീവ്സിന് അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിലും അവരുടെ സബോർഡിനേറ്റ്സിനെക്കാളും സാറ്റിസ്ഫാക്ഷൻ കൂടുതലുണ്ട്. അതെന്താ അവിടെ സൂചിപ്പിക്കുന്നത്? ഹയർ ലെവൽ ജോബ് ഓഫേഴ്സ് ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത്, ചാലഞ്ച്, ഓട്ടോണമി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ ഹയർ ലെവൽ ജോബ് ആണെന്ത് ഭയങ്കര ഗ്രോത്തിനും ഓപ്പർച്യൂണിറ്റിയും ചാലഞ്ച് ഒക്കെ. സോ ഹയർ ലെവൽ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എന്തുണ്ടാവും? സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ദസ് എംപ്ലോയീസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ടെൻഡ് ടു ഇൻക്രീസ് വിത്ത് ഈച്ച് ലെവൽ ഇൻ ദ ഓർഗനൈസേഷൻ ഹയറാർക്കി. ഹയറാർക്കി കൂടുന്നതിനനുസരിച്ച്, ഉള്ള പദവിയിൽ എത്തുന്നതിനനുസരിച്ച് സാറ്റിസ്ഫാക്ഷൻ കൂടിക്കൊണ്ട് വരും എന്നാണ് പറയുന്നത്. ലെവലിലും സാറ്റിസ്ഫാക്ഷൻ ഒരു ഘടകമാണ്. ഓക്കെ ആണോ? ഓക്കെ. ഇതൊക്കെ ചുരുക്കി ചുരുക്കി എഴുതണം കേട്ടോ. എല്ലാം എഴുതിയാലേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഇനി education level is found to be related to job satisfaction. While some researchers have found positive relationship between education level and job satisfaction, others have found a slight negative correlation, especially for higher level of education. And ചിലത് പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ കൂടിയാൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടും, പക്ഷെ ചില സ്റ്റഡീസ് പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ കൂടിയാൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കുറയും. ഒരൊറ്റ എക്സാമ്പിൾ ആണ്, ബിടെക് എഞ്ചിനീയറിനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ മേസ്തിരിനെക്കാളും കുറവായിരിക്കും ശമ്പളം കിട്ടുക, അല്ലെങ്കിൽ മേസ്തിരി ഇറങ്ങി അങ്ങോട്ട് മാറി കഴിക്കുക നല്ലത് തീരുമാനിക്കണം എന്ന് പറയാം. അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഐ വാസ് എൻ എഞ്ചിനീയർ. അപ്പോ നമ്മൾ മേസ്തിരികളുടെ അടുത്ത് പൊട്ടമാരെ പോയിട്ട് പോലെ നിൽക്കേണ്ടത്, എസ്പെഷ്യലി പെൺകുട്ടികൾ. അപ്പൊ ഞങ്ങൾക്ക് 5000 രൂപയ്ക്കൊക്കെ ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് ഒക്കെ. അപ്പൊ ഒരു എഞ്ചിനീയറായിട്ട് 5000 രൂപ മേടിക്കുക എന്ന് പറയുമ്പോൾ അയ്യോ ജോബ് സാറ്റിസ്ഫാക്ഷൻ തീരെ ഉണ്ടാവില്ല. ഞാൻ ഒരാഴ്ച കൊണ്ട് പണി കിട്ടിയത് ആളാണ് കേട്ടോ എഞ്ചിനീയറിംഗ് ജോബ്. പിന്നെ സൈക്കോളജി ആയപ്പോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം, പാഷനാണ്. അപ്പൊ അതാണ് ലെവല് കൂടുകയും വേതന കുറയുകയും പൊസിഷൻ തരാണെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കുത്തനെ കുറയും. അതാണ് എഡ്യൂക്കേഷൻ കൂടി കഴിഞ്ഞാലും ചിലപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ കുറയാം, വയസ് വേഴ്സ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സൈക്കോളജി ഇരിക്കുമ്പോൾ എന്റെ എഡ്യൂക്കേഷൻ എനിക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. പക്ഷെ കമ്പയർ ടു എഞ്ചിനീയറിംഗ് എന്റെ എഡ്യൂക്കേഷൻ എനിക്ക് ഒരു രീതിയിലുള്ള ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയിട്ടില്ല. രണ്ടും സംഭവിച്ച ഒരാളായിരുന്നു കേട്ടോ. The explanation is that better educated person have higher expectation and believe that their work should provide greater responsibility and fulfillment. നല്ല വിദ്യാഭ്യാസമുള്ളവർക്ക് വിദ്യാഭ്യാസം കൂടിയാലും ജോലിക്ക് എടുക്കില്ല. ഈ അടുത്തുണ്ടായിരുന്ന കുട്ടി നന്നായിട്ട് പഠിക്കാൻ എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ ആ കുട്ടി പറയും നിങ്ങൾ ഓവർ ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട് റിജക്ട് ചെയ്തു. കൂടി കഴിഞ്ഞിട്ട് ചെറിയ പൊസിഷനിൽ വർക്ക് ചെയ്യുമ്പോഴും ജോബ് സാറ്റിസ്ഫാക്ഷൻ കുറയും. Many jobs, however, do not satisfy these expectations. അത് ഒത്തിരി പഠിക്കുന്നവർക്ക് കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അവർ കിട്ടുന്ന ജോലിയുടെ എക്സ്പെക്ടേഷൻസിൽ ഒത്തുമായിട്ടില്ല. റിസൾട്ട് ഇൻ ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അത് കാരണം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കുറയാം. However, evidence on this relationship is still in prominence. പക്ഷേ ഇപ്പോഴും എവിഡൻസ് അത്ര വലിയ പ്രോമിനന്റ്. ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, ഇത്രയും വർഷം പഠിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ട് 5000 രൂപയ്ക്ക് എന്റെ ഫസ്റ്റ് ശമ്പളം 5000 ആയിരുന്നു. ഞാൻ മേടിച്ചിട്ടില്ല, ഒരാഴ്ച ഞാൻ പോയിട്ടുള്ളൂ, മേടിച്ചിട്ടില്ല. അപ്പൊ 5000 രൂപ എന്നൊക്കെ പറയുന്നത് മസ്താശ പോലും ഇല്ല. അവസ്ഥയില് പിന്നാണ് പട്ടിപ്പണിയാണ്. ഞാൻ ലെക്ചർ ആയിട്ടാട്ടോ കയറിയത്. ഞാൻ എഞ്ചിനീയർ ആയിട്ടല്ല. എഞ്ചിനീയറിംഗിന്റെ പിന്നെ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ഒക്കെ ഉണ്ടാവുമ്പോഴാണ് അവിടെ ഒക്കെ പോകുന്ന മേസ്തിരിമാരുടെ വയലിരിക്കുന്നൊക്കെ കേൾക്കുക. അല്ലാത്ത പക്ഷം ഞാൻ ലെക്ചർ ആയിട്ടാണ് കയറിയിട്ടുള്ളത്. അപ്പോ ടീച്ചിങ് എനിക്ക് ഇഷ്ടമുള്ള മേഖല ആയതുകൊണ്ടാണ് ക്യാമ്പസ് സെലക്ഷനിൽ ലെക്ചർ ആയിട്ട് കിട്ടപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ കയറിയത്. 5000 രൂപ മാത്രമാണ് ശമ്പളം, 11 വർഷം മുന്നേ. അപ്പൊ എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമുള്ള ജോബാണല്ലോ, പഠിപ്പിക്കലാണല്ലോ. അപ്പൊ ഞാൻ 5000 ആണെങ്കിൽ കുഴപ്പമില്ല. പട്ടിപ്പണിയാണ്. തിങ്കൾ ടു ശനി രാവിലെ 9 ടു വൈകുന്നേരം 5 മണി വരെ സാരി എടുത്തുകൊണ്ട് പോണം. നിർബന്ധമാണ് സാരി, ചുരിദാർ ഇസ് നോട്ട് അലൗഡ്. ആൻഡ് നല്ല വർക്ക് ലോഡും ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഈ എഡ്യൂക്കേഷൻ ഇത്രയും ഉണ്ടായിരുന്നു. ഇവിടെ വന്നിരുന്ന് ഈ വർക്ക് ലോഡ് എടുത്തിട്ട് 5000 രൂപയ്ക്കാണ് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അതാണ് ഇപ്പോഴും അതാ ഒരു നേരെ മറിച്ച് അതേപോലെ ഞാൻ സൈക്കോളജി പഠിച്ചപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ടാണ് എവിഡൻസ് ഓൺ ദിസ് റിലേഷൻ സ്റ്റിൽ ഇൻകൺക്ലൂസീവ് എന്ന്. ഓക്കെ ആണോ? ഇനി പേഴ്സണാലിറ്റി, ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ടും ജോബ് സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞുതരാവേ. ഞാൻ രാവിലെ വെക്കാം കേട്ടോ. എനിക്ക് ഞാൻ അടുത്ത മുതലുള്ള എന്താ പറയാ നമ്മുടെ റിവിഷൻ ഞാൻ രാവിലെ വെക്കാം. കുറച്ചുകൂടി എനർജി ഉണ്ട്. വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും എന്റെ പണി ഇതുവരെ വിട്ടില്ല, മടുക്കും കേട്ടോ. നാളെ മുതൽ രാവിലെ എടുക്കാം കേട്ടോ. അപ്പൊ നോക്കിക്കേ, നാളെ ഉണ്ടാവേ രാവിലെ, കാരണം ഇത് എടുത്ത് തീരണം.
Okay, research on positive and negative affectivity, the big 5-factor personality attributes and core self-evaluation indicate that personality variables are related to job satisfaction and they are pretty heritable. കണ്ടോ, പല റിസർച്ചുകൾ പറഞ്ഞിട്ടുണ്ട് പേഴ്സണാലിറ്റി നമ്മുടെ ജോബ് സാറ്റിസ്ഫാക്ഷന് കാരണമാവാറുണ്ട്. അത് ഹെറിറ്റബിൾ ആണ്, പാരമ്പര്യമാണ് എന്നുള്ളത്. അപ്പോ പാരമ്പര്യമാണെന്ന് എനിക്കൊക്കെ തോന്നിയിട്ടുണ്ടോ. ഞാൻ ജനിച്ചു വീഴുമ്പോഴേ എന്റെ വീട്ടില് ഒരു ടീച്ചറുണ്ട്. ടീച്ചർ എന്റെ വീട്ടിൽ ഒത്തിരി കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കാൻ വരും. ഇപ്പോഴും ഒരു കോളേജിൽ പോയിട്ട് പഠിപ്പിക്കുന്നതോ ഒരു പിന്നെ സ്കൂളിൽ പോയിട്ട് പഠിപ്പിക്കുന്നതോ എനിക്ക് താല്പര്യമില്ല. എന്റെ ഉമ്മ തന്നെ പറയാം, എന്റെ ഉമ്മയുടെ സിസ്റ്ററാണ് എന്റെ ഉമ്മയുടെ ചേച്ചി. അപ്പൊ പുള്ളിക്കാരി ടീച്ചറായിരുന്നു, ട്യൂഷൻ ടീച്ചറായിരുന്നു. വീട്ടില് അന്ന് മുതൽ ഞാൻ കാണുന്നത്, എനിക്കും ഇഷ്ടമാണ് ട്യൂഷൻ. 10ാം ക്ലാസ് കഴിഞ്ഞത് മുതൽ ട്യൂഷൻ എടുത്തിട്ടുണ്ട്. ഈ ഹെറിറ്റബിൾ ഫാക്ടർ പറയാൻ വേണ്ടിയിട്ടോ, പാരമ്പര്യം. അതിൽ ഉമ്മ ഒന്നും ടീച്ചറല്ല, ഉമ്മയുടെ സിസ്റ്റർ മാത്രമാണ് ടീച്ചർ. അപ്പൊ ഞാൻ ജനിച്ചു വീണ തൊട്ടേ എന്റെ വീട്ടിൽ നിറച്ചും പിള്ളേരാണ് ട്യൂഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പുള്ളിക്കാരി ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഔട്ട് ഗോയിങ് ആണ്, ഭയങ്കര എല്ലാവരോടും സംസാരിക്കും, നല്ല വൈബാണ്. എന്നെ അറിയുന്നവരൊക്കെ പറയും പുള്ളിക്കാരിനെ അറിയുമ്പോൾ ഓളുടെ മോളാണ് ശരിക്കും. പുള്ളിക്കാരിക്ക് മക്കളും ഇല്ല, ഞാൻ തന്നെ ആ മോള് പറയും ഓളുടെ മോളാണ് ശരിക്കും എന്ന് പറയാറുണ്ട്. കാരണം കാണാനും എന്നെ പോലെയാണ് ഇരിക്കുന്നത്. സ്വഭാവം എനിക്ക് കൂടുതലും അത്തരമായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ചില പേഴ്സണാലിറ്റി ചില ജോബിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഹെറിറ്റബിളും ആണെന്നാണ് പറയുന്നത്, പാർട്ട്ലി ഹെറിറ്റബിൾ. Firstly, it has been shown that person high in positive affectivity are happier in their work than those who are high on negative affectivity. Positive affectivity ഉള്ളവർക്ക്, പേഴ്സണാലിറ്റിയിൽ പോസിറ്റീവ് എഫക്ടിവിറ്റി ഉള്ളവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ നന്നായിട്ടുണ്ട്. While positive affectivity is decided by point one. Okay. Secondly, evidence suggests that people high on extraversion, agreeableness, and conscientiousness, big 5-factor ഘടകങ്ങളാണ്, report higher level of job satisfaction than those who are low on this dimension. അതായത് നല്ല എക്സ്ട്രാവേർട്ട് ആയിട്ടുള്ള, എഗ്രിയബിൾ കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്യുന്ന, കൺസൈന്റീഷ്യസ് ആയിട്ടുള്ള ആളുകൾ കുറച്ചുകൂടെ ജോബ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇതില്ലാത്തവരെക്കാളും. ഫൈനലി, കോർ സെൽഫ് ഇവാലുവേഷൻ has been found to correlate with employees' job satisfaction. Core self-evaluation. ഞാനിപ്പം ചില വർഷങ്ങളിൽ എക്സാമിനൊക്കെ ചില കാര്യത്തിൽ ഡൗൺ ആവും. അപ്പോൾ ഞാൻ ഇവാലുവേറ്റ് ചെയ്യും എവിടേക്കാണ് തെറ്റ് പറ്റിയത്, അത് തിരുത്തി അടുത്ത പ്രാവശ്യം റെഡിയാക്കും. അങ്ങനെ കോറായിട്ട് ഒരു താഴ്ച വന്നാലും അവിടെ എവിടേക്കാണ് തെറ്റ് പറ്റിയത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ആളുകൾക്കും എന്തുണ്ടാവും, ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടും. അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും, നമ്മളെ കാര്യം കുറ്റം കൊണ്ടാണ് സംഭവിച്ചത്, തകർന്നു. അപ്പൊ പേഴ്സണാലിറ്റിയുടെ കേസിൽ 3 കാര്യം പറയുന്നത്. പോസിറ്റീവ് എഫക്ടിവിറ്റി ഉള്ളവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, എക്സ്ട്രാവേർഷൻ, അഗ്രിയബിൾനെസ്സും കൺസൈന്റീഷ്യസ്നെസ്സും കൂടുതലുള്ളവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ സെൽഫ് ഇവാലുവേഷൻ നടത്തുന്നവർക്കും ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. Research evidence found that these personality factors measured in childhood shows a direct relation to job satisfaction some 30 years later. കേട്ടോ, ചൈൽഡ്ഹുഡിൽ ഇത് ചെയ്താൽ 30 വർഷത്തിന് ശേഷം അവർക്ക് എന്ത് സംഭവിക്കണം അപ്പൊ തന്നെ പ്രവചിക്കാൻ പോലും പറ്റും. അതായത് പിന്നെ പോസിറ്റീവ് എഫക്ടിവിറ്റി, എക്സ്ട്രാവേർഷൻ, അഗ്രിയബിൾസ്, കൺസൈന്റീഷ്യസ്നെസ്സും സെൽഫ് ഇവാലുവേഷൻ നടക്കുന്നവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്നോട് ചൈൽഡ്ഹുഡിന്റെ, അതായത് ചൈൽഡ്ഹുഡിൽ ഇത് മെഷർ ചെയ്താണെങ്കിൽ ഒരു കുട്ടീനെ നമ്മൾ എടുത്തു, കുട്ടി ഇപ്പൊ ജോബിലൊന്നും പോകുന്നില്ലല്ലോ, പക്ഷെ കുട്ടി എക്സ്ട്രാവേർട്ട് ആണ്, അഗ്രിയബിൾനെസ് ഉണ്ട്, കൺസൈന്റീഷ്യസ്നെസ് ഉണ്ട്, പോസിറ്റീവ് എഫക്ടിവിറ്റി ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രയോജിക്കാം ഈ കുട്ടി എന്തായാലും ജോബ് സാറ്റിസ്ഫൈഡ് ആയിരിക്കുമെന്ന്. പേഴ്സണാലിറ്റി മാറൂലല്ലോ, കേട്ടോ. നമുക്ക് ചെറുപ്പത്തിലുള്ള പേഴ്സണാലിറ്റി ഒരിക്കലും മാറൂല, മോഡിഫൈ ചെയ്ത് കൊണ്ടുനടക്കാന്നുള്ള, അല്ലാണ്ട് പേഴ്സണാലിറ്റി ഒരിക്കലും മാറാൻ വേണ്ടി പോകും. ഓക്കെ ആണോ? പിന്നെ കൾച്ചറൽ ഫാക്ടേഴ്സ്. ഈസ്റ്റേണേഴ്സിനെക്കാളും വെസ്റ്റേണേഴ്സിനാണ് ജോബ് സാറ്റിസ്ഫൈഡ്. അറിയാലോ, വെസ്റ്റേണേഴ്സിന്റെ ജോബ്സ് കുറച്ചുകൂടി നല്ല ഫ്ലെക്സിബിൾ ആണ്, അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. നമ്മളിവിടെ ജോബിൽ ചൂഷണം ചെയ്യല്ലേ, എങ്ങനെ ജോബ് സാറ്റിസ്ഫാക്ഷൻ വരാനാണ്? PSCക്ക് കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിക്കും, പിൻവാതിൽ നിയമനം അല്ലേ? ഇപ്പൊ 25,000 കുറഞ്ഞ ശമ്പളം കിട്ടുന്ന MBBS ഡോക്ടർമാര് പോലുള്ള നാടാണ് നമ്മളത്. അറിയോ, ഒരു നഴ്സ് എന്തുകൊണ്ടാണ് വേഗം UK അമേരിക്കയിലൊക്കെ പോകുന്നത്? ഇവിടെ 6,000 മുതൽ 11,000 വരെ പഠിക്ക് നിൽക്കുന്നത്. കൾച്ചർ നമ്മുടെ നാട്ടിൽ ഒട്ടും വിലയില്ലാത്തൊരു ജോബാണ് നഴ്സുമാരതൊക്കെ. കുറച്ച് പുറത്തൊക്കെ ഭയങ്കര, എനിക്കൊന്ന് ഡോക്ടേഴ്സിനെക്കാളും റെപ്യൂട്ടഡ് ആണ് നഴ്സുമാരുടെ ജോബ് എന്ന് പറയും. കൾച്ചറിലും ജോബ് സാറ്റിസ്ഫാക്ഷന് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. നോക്കിയേ,
Cross-cultural research on job satisfaction suggests that employees in Western culture have higher level of job satisfaction than those in Eastern culture. Eastern culture എന്നുള്ളവരെക്കാളും വെസ്റ്റേണേഴ്സിനാണ് job satisfaction കൂടുതൽ. It is reasoned that individuals in Eastern cultures value negative emotions while those in Western culture emphasize positive emotion and individual happiness. കണ്ടോ, എന്താ അതിന് കാരണം പറയുന്നത്? ഈസ്റ്റേൺ കൾച്ചറിൽ എന്താണ്, നെഗറ്റീവ് ഇമോഷൻസിനാണ് കൂടുതൽ. ഇന്ന ബോസ് ചീത്ത, അയാൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, അയാൾ അങ്ങനെ വെച്ചിട്ട് ഈ നെഗറ്റീവ് ഇമോഷൻ ഇങ്ങനെയാണ്. അവരങ്ങനെയല്ല, അവർ പോസിറ്റീവ് ഇമോഷനാണ്. അയാൾ ഇന്ന് ദേഷ്യപ്പെട്ട, അയാൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും, നാളെ അയാൾ കൂളാവും, ഞാൻ എന്റെ കാര്യം ചെയ്യാം. അയാൾ ദേഷ്യപ്പെട്ട് വെച്ചിട്ട് ഞാനതിന് എന്റെ മൂഡ് കളയുന്നതാണ്. അവർ ഇൻഡിവിജ്വൽ ഹാപ്പിനെസ്സിനാണ് പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെക്കാളും ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. Evidence also indicate that among the Asian countries, employees in India are happier with their work environment, teamwork, supervision and training at the workplace. ഇനി ഏഷ്യ മൊത്തം ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ത്യക്കാർക്കാണ് കുറച്ചുകൂടി സാറ്റിസ്ഫാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ കൾച്ചറിന്റെ കേസിൽ എന്താണ്, വെസ്റ്റേണേഴ്സ് ആണ് ഈസ്റ്റേണേഴ്സിന്റെ കാര്യം. ഇനി ഏഷ്യൻ കൺട്രി എടുത്തൊക്കെയാണെങ്കിൽ ഇന്ത്യക്കാണ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ ആണോ? ഇത്രയുമാണ് എന്തിൽ വരുന്നത്, നമ്മുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഏജ് ആൻഡ് ഇയർ ഓഫ് എക്സ്പീരിയൻസ് വരുന്നുണ്ട്, ജെൻഡർ വരുന്നുണ്ട്, ഓക്യുപ്പേഷൻ ലെവൽ വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, പേഴ്സണാലിറ്റി വരുന്നുണ്ട്, കൾച്ചറൽ ഫാക്ടർ 7 വരുന്നത്. ഇനി വർക്ക് സിറ്റുവേഷൻ ആണ് അടുത്തത്. ഞാൻ പറയുന്നില്ല ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് മാത്രം. വർക്ക് സിറ്റുവേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ജോബ് സാറ്റിസ്ഫാക്ഷന്റെ കേസിൽ നോക്കിക്കോ. ഇനി ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ എന്താണ്, അല്ലെങ്കിൽ OCB എന്ന് പറയും. നോക്കിക്കോട്ടെ, ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനാണ് OCB എന്ന് പറയുന്നത്. അത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എക്സ്ട്രാ ആയിട്ട് നമ്മളിപ്പോ ഒരു കൊളീഗിനെ സഹായിക്കുക, അല്ലെങ്കിൽ അവിടെ ഉള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവരെ കൗൺസിൽ ചെയ്യുക. അതായത് OCB എന്ന് പറയുന്നത് അവർ എക്സ്ട്രാ ആയിട്ട് ഒരു വർക്ക് കൂടി ചെയ്യാണ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. ആ ഒരു ബിഹേവിയറിനെയാണ് ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത്. നോക്കിയേ, it refers to the tendency of showing voluntarily, അറിഞ്ഞുകൊണ്ട്, സ്വന്തം ഇഷ്ടപ്രകാരം കമ്മിറ്റ്മെന്റ് ബൈ an employee to perform extra job. കേട്ടോ, നമ്മൾ താല്പര്യത്തോടു കൂടി ഒരു എക്സ്ട്രാ ജോബ് ചെയ്യാണ്. ദാറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ഹർ കോൺട്രാക്ടറൽ ടാസ്ക്, അയാളുടെ കോൺട്രാക്ടറൽ ടാസ്കിൽ ഉള്ളതല്ല. ആൻഡ് ഡസ് നോട്ട് ഗെറ്റ് an extra reward for the task. അതിന് വേണ്ടി എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും കിട്ടൂല, അറിഞ്ഞുകൊണ്ട് കിട്ടും എക്സ്ട്രാ ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നതിനെയാണ് OCB എന്ന് പറയും. ടൈപ്സ് ഓഫ് OCB ഉണ്ട്. courtesy. An employee may show the tendency of OCB by extra polite with their colleagues. Colleagues-നോട് വളരെ മാന്യമായിട്ട് പെരുമാറുന്നത് ഒരു OCB ആണ്. Example, will not speak loudly to avoid disturbance to other, will counsel their colleagues having any grievance. എന്തെങ്കിലും ഒരു കൊടിയ ദുഃഖം കൊളീഗ്സ് ഉണ്ടാവും, അവരെ കൗൺസിൽ ചെയ്യുക, പിന്നെ അധികം ശബ്ദമൊന്നും ഉയർത്താതിരിക്കുക, അതായത് ഒരു പൊളൈറ്റ് ആയിട്ട് ഇരിക്കുക. അതൊരു OCB ആണ്. വേതനം ഒന്നും വാങ്ങാതെ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനോട് ചെയ്യും. ഇനി ആൾട്രൂയിസം, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുന്നതിനാണ് ആൾട്രൂയിസം എന്ന് പറയുന്നത്. Certain employees show the tendency of altruistic behavior by helping others without expecting anything in return. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് ആൾട്രോയിസം. അതും ഒരു OCB ആണ്. ഫോർ എക്സാമ്പിൾ, they must stay beyond the working hours to help their colleague in completing their target. ഒരു കൊളീഗിന് അയാളുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ കൂടെ ഇരുന്ന് ഒരു എക്സ്ട്രാ ഹവർ കൂടെ ഇരുന്ന് കൊടുക്കുന്നത് ആൾട്രോയിസം ആണ്. അതൊരു OCB ആണ്. ഇനി സ്പോർട്സ്മാൻഷിപ്പ്. The principle means an employee decide to stay good spirit even if situation do not favor them. അതായത് സിറ്റുവേഷൻസ് ഫേവർ ആവുന്നില്ല, സംഭവങ്ങൾ നടക്കാണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾ സ്പിരിറ്റ് അതിനെ കൊണ്ട് പറ്റും, ഈ പ്രോജക്റ്റ് ഞാൻ തീർക്കും, ഞാൻ തന്നെ ഒരു തീരുമാനം എടുക്കാം. ഫോർ എക്സാമ്പിൾ, an employee refrains from complaining or gossiping about the rejection of a decision by boss. കണ്ടോ, ബോസ് എടുത്തൊരു തീരുമാനത്തിന് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക, അതിനെപ്പറ്റി ഗോസിപ്പ് ഒന്നും ചെയ്യാതിരിക്കുക, അതും ഒരു OCB ആണ്. പിന്നെ conscientiousness. An employee who has high level of conscientiousness, he or she feels morally responsible toward a task and tries to complete it more carefully. അതായത് ഒരു കർമ്മനിരതനായിരിക്കുക എന്ന് പറയില്ലേ. ഇപ്പൊ ഒരു പ്രോജക്റ്റ് അത് എന്റെ പണിയാണ്, ഇപ്പൊ ഞാനത് വൃത്തിക്ക് തീർക്കണം, ഞാൻ തന്നെ തീരുമാനം എടുക്കണം, അതൊരു OCB ആണ്. എനിക്ക് എങ്ങനെയെങ്കിലും തീർന്നോട്ടെ, അങ്ങനെയല്ല, ഞാനതിന് വളരെ
പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ തന്നെ എഫേർട്ട് ഇടുകയാണ്. ഹി ഓർ ഷീ ക്യാൻ ഗോ ബിയോണ്ട് ദിയർ ജോബ് ഡിസ്ക്രിപ്ഷൻ ടു എൻഷുർ ദാറ്റ് ദ ഗോൾ ഓർ ടാർഗറ്റ് ഓഫ് ടീം ഇസ് അച്ചീവ്. അതായത് ജോബിൽ പറഞ്ഞതിൽ അപ്പുറത്തോട്ട് പോയിട്ട് ആ ഒരു പ്രോജക്റ്റ് വൃത്തിക്ക് പൂർത്തിയാക്കാൻ കർമ്മനിരതനായിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് കൺസൈറ്റീഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇനി സിവിക് വെർച്യൂണ്ട് എംപ്ലോയിങ് ഓവിങ് ടു ഹാവ് ദിസ് കൈൻഡ് ഓഫ് OCB represent their organization positively in front of outsiders and speak favorably about their organization to others. അവർക്ക് അവരുടെ ഓർഗനൈസേഷനെ ഭയങ്കര ഇഷ്ടമാണ്, മറ്റുള്ളവരുടെ ഓർഗനൈസേഷനെ പറ്റി വളരെ നല്ലത് പറയാം. അതാണ് സിവിക് വെർച്യൂ. ഇതൊരു OCB ആണ്. സിവിക് വെർച്യൂ ലീഡ്സ് ടു ഹൈ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് സ്ട്രോങ് ഇൻ ദ പേഴ്സണൽ ടൈസ് ബിറ്റ്വീൻ കോവർക്കേഴ്സ് ആയിട്ട് സിവിക് വെർച്യൂലൊക്കെ മറ്റുള്ളവരോടും കോവർക്കേഴ്സിനോടും പിന്നെ ബോസിനോടൊക്കെ നല്ല സ്നേഹവും നല്ല ഒരു ബന്ധവും ഉണ്ടാവും. അവരവരുടെ ഓർഗനൈസേഷനെ പറ്റി പോസിറ്റീവായിട്ട് പുറത്ത് പ്രസന്റ് ചെയ്യുള്ളൂ. ഇതാണ് സിവിക് വെർച്യൂ. അപ്പൊ നമ്മുടെ വേതനത്തിന് അപ്പുറത്തോട്ട് എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്ന ജോബ് അതാണ് OCB. കർട്ടസി വരുന്നുണ്ട്, ആൾട്രോയിസം, സ്പോർട്സ്മാൻഷിപ്പ്, കൺസൈറ്റീഷ്യൻസ്, സിവിക് വെർച്യൂ. ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാരും ഒന്ന് പറഞ്ഞേ. ഓക്കെയാണ്. ഓക്കെ മാം. നമ്മളിതൊക്കെ കഴിഞ്ഞാട്ടോ. നമ്മളിതിൽ ഇമ്പോർട്ടന്റ് മാത്രം ഡിസ്കസ് ചെയ്തു പോകുന്നു. ഇനി മോട്ടിവേഷൻ ഐ തിങ്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ മോട്ടിവേഷനെ സംബന്ധിച്ചിടത്തോളം മോട്ടിവേഷൻ എന്താണെന്നുള്ള ആദ്യം നിങ്ങൾ എന്താക്കണം, ഒരു ഇൻട്രൊഡക്ഷൻ. എക്സ്പ്ലെയിൻ വേരിയസ് കണ്ടന്റ് തിയറീസ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞുതരാം. എക്സ്പ്ലെയിൻ വേരിയസ് കണ്ടന്റ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ കേട്ടോ. നോക്കിക്കേ. Motivation is an individual psychological phenomena that allows for a person's uniqueness to be demonstrated at workplace. Workplace uniqueness കാണിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ ഫിനോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു യൂണിക് ഫിനോമിന കാണിക്കുകയാണ്, അതിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. കണ്ടന്റ് ഓർ നീഡ് തിയറി ഓഫ് മോട്ടിവേഷൻ ഫോക്കസ് ഓൺ ഫാക്ടേഴ്സ് ഇന്റേണൽ ടു ദ ഇൻഡിവിജ്വൽ ദാറ്റ് എനർജൈസ് ആൻഡ് ഡയറക്ട് ബിഹേവിയർ. നമ്മുടെ ഉള്ളിലുള്ള അത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പൊ പൈസയ്ക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ആവശ്യമുണ്ട്, ഉള്ളിൽ നിന്ന് ആ ഒരു നീഡ് കാരണമുള്ള മോട്ടിവേഷനെയാണ് കണ്ടന്റ് തിയറീസ്. ആ നീഡ് കാരണം നമ്മൾ എങ്ങനെ മോട്ടിവേറ്റഡ് ആവും എന്ന് പറയുന്ന തിയറീസിനെയാണ് കണ്ടന്റ് തിയറി ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നു. കണ്ടന്റ് തിയറിയിൽ വരുന്നത് ഒന്ന് മാസ്ലോസ് തിയറി ഓഫ് ഹൈറാർക്കി ആണ്, പിന്നെ ആൽഫ്രഡസ് ERG തിയറിയാണ്. മാസ്ലോന്റെ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള തിയറി ആട്ടോ. ഹേഴ്സ്ബർഗ്സ് മോട്ടിവേഷൻ ഹൈജീൻ തിയറിയാണ് മൂന്നാമത്തത്. ഈ 3 തിയറിയാണ് കണ്ടന്റ് തിയറി ഓഫ് മോട്ടിവേഷൻ പറയുന്നത്. നോക്കിക്കേ. മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ് തിയറിയാണ് ഫസ്റ്റ് ആണ്. എബ്രഹാം മാസ്ലോ ആണ്. നിങ്ങൾക്ക് അറിയില്ലേ, പിന്നെ 5 ഹൈറാർക്കിയലായിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചിട്ടുള്ള മോട്ടിവേഷൻ തിയറി ഓർമ്മയില്ലേ? അത് സെയിം സാധനം തന്നെയാണ് കേട്ടോ. മാസ്ലോസ് ഹൈറാർക്കി, അതായത് അദ്ദേഹം പറഞ്ഞു നമുക്ക് 5 തരത്തിലുള്ള നീഡ്സ് ഉണ്ട്. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, നീഡ് ഫോർ ബിലോങ്ങിങ്സ്, എസ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ. ഓരോ നീഡും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ അടുത്ത നീഡിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചുമ്മാ പറയാമോ, ആദ്യം ഒരാൾ പണിയെടുക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഫിസിയോളജിക്കൽ നീഡ്. ഭക്ഷണമൊക്കെ അത്യാവശ്യത്തിനുള്ള ജോലി ആയിക്കഴിഞ്ഞു, ഭക്ഷണം ദിവസം ഭക്ഷണം കിട്ടാനുള്ള ഒരു ജോലി ഉണ്ട്. അപ്പൊ അയാൾ വിചാരിക്കും ഇത് പോരാ, വേറൊരു ജോബ് സാറ്റിസ്ഫൈഡ് അല്ല, എന്താ കാരണം വീടില്ല. അപ്പൊ അയാള് ഇതിൽ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ അയാൾ കൂടുതൽ പണിയെടുക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്? വീടുണ്ടാക്കാൻ. വീടൊക്കെ ആയി കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം. അപ്പൊ അയാൾ കൂടുതലും പണിയെടുക്കണം. ഇതിന് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ സമൂഹത്തിൽ 4 ആൾ അറിയണം, ഒരു നല്ല വണ്ടി വേണം. നമ്മളൊക്കെ ഇതിലൂടെ അല്ല കടന്നു പോകുന്നത് അല്ലേ? പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ നമ്മളിലെ നമ്മളായിട്ട് ചെയ്തിട്ടുണ്ട്. ആ നീഡുകളാണ് നമ്മളെ ജോബിൽ മോട്ടിവേറ്റഡ് ആവുന്നത്. അതല്ല, തുടക്കത്തിൽ ഒരു 10,000 രൂപയുടെ ജോലിയിൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പോകെ 10,000 മതിയാവില്ല അല്ലെ? അതിങ്ങനെ. Maslow's hierarchy of need theory propose that humans are motivated by multiple needs.
മൾട്ടിപ്പിൾ നീഡ്സ് ഓഫ് മോട്ടിവേറ്റഡ് ആണ്. ആൻഡ് ദാറ്റ് ദീസ് നീഡ്സ് എക്സിസ്റ്റ് ഇൻ ഹയറാർക്കിയൽ ഓർഡറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. മാസ്ലോ ഐഡന്റിഫൈഡ് 5 ജനറൽ ടൈപ്സ് ഓഫ് മോട്ടിവേറ്റിംഗ് നീഡ്സ്. 5 നീഡ്സ് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഫിസിയോളജിക്കൽ നീഡാണ് ഫസ്റ്റ് വൺ. അതിൽ ഫുഡ്, വാട്ടർ, സെക്സ് അങ്ങനത്തെ കാര്യങ്ങളാണ്. ദീസ് ആർ മോസ്റ്റ് ബേസിക് ഹ്യൂമൻ ഫിസിക്കൽ നീഡ്സ് ഇൻക്ലൂഡിംഗ് ഫുഡ്, വാട്ടർ ആൻഡ് അതർ കണ്ടീഷൻ നെസസറി ഫോർ സർവൈവൽ. സർവൈവലിന് വേണ്ടിയിട്ട് തന്നെ കാണിക്കണം. In the organizational settings, these are reflected in the needs of pleasant working condition and salary. ഓർഗനൈസേഷൻ സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഒരു നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണ്, നല്ല സാലറി ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും മോട്ടിവേറ്റഡ് ആയിരിക്കും വർക്ക് ചെയ്യാൻ. അതാണ് പറയുന്നത്. രണ്ടാമത്തെ സേഫ്റ്റി നീഡ്സ് ആണ്. അവിടെ എന്താണ് ജോബ്, ഓർഗനൈസേഷൻ സമയത്ത് ജോബ് സെക്യൂരിറ്റിയും സേഫ് ജോബും ആയിരിക്കണം, എന്നാലാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആവാം. അതായത് ആദ്യത്തെ കേസിൽ നമുക്ക് കണ്ടീഷൻ, വർക്കിംഗ് കണ്ടീഷൻ, സാലറി മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ ജോബ് സാറ്റിസ്ഫൈഡ് ആവും. പോകെ പോകെ സേഫ് ജോബാണ്, ജോബ് സെക്യൂരിറ്റി ഉണ്ടായാലേ എന്താവുള്ളൂ നമ്മൾ മോട്ടിവേറ്റഡ് ആവത്തുള്ളൂ. പിന്നെ മൂന്നാമത്തെ പറയുന്നത് സോഷ്യൽ നീഡാണ്. അവിടെ നല്ല റിലേഷൻഷിപ്പ്, അതായത് സൂപ്പർവൈസർ നന്നായിരിക്കുക, അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ നന്നായിരിക്കുക, അല്ലെ? നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ആക്കി ആയി കഴിഞ്ഞാൽ മൂന്നാമത്തെ സൂപ്പർവൈസർ ശരിയില്ല, ഈ ജോബ് എങ്ങനെയെങ്കിലും മാറിയാൽ മതി. ആദ്യം സൂപ്പർവൈസർ ശരിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, കാരണം സാലറി ഉണ്ട്, വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെയാണ്, സേഫ് ജോബ് ആയാലും ജോബ് സെക്യൂരിറ്റിയും വന്നു കഴിഞ്ഞാല്, അതായത് ജോബ് സെക്യൂരിറ്റി ഉറപ്പായി കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്താവുള്ളൂ, അതാണ് പിയർ ഗ്രൂപ്പ്സ് നന്നായിരിക്കണം, സൂപ്പർവൈസർ നന്നായിരിക്കണം എന്നൊക്കെ തോന്നും. ഇനി ഇതും ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നീഡ് വരും, എസ്റ്റീം നീഡ്. എസ്റ്റീം നീഡിൽ എന്താണ് ഹൈ സ്റ്റാറ്റസ്, ക്രെഡിറ്റ് ഫോർ കോൺട്രിബ്യൂഷൻ, അതായത് അയാൾ ചെയ്ത കോൺട്രിബ്യൂഷൻ ആളുകൾ അഭിനന്ദിക്കണം, അങ്ങനത്തെ നീഡൊക്കെ വരും. അല്ലെങ്കിൽ എന്താവില്ല, മോട്ടിവേറ്റഡ്. അഞ്ചാമത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണ്. ഹയസ്റ്റ് നീഡിന്റെ കാറ്റഗറി ആണ്. അവിടെ എന്താണ് ബെറ്റർ പേഴ്സൺ ആവണം, എന്നാലേ സാറ്റിസ്ഫൈഡ് ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് റിട്ടയർമെന്റ് ആവുന്നതിന് മുന്നുള്ള ഒരു അവസ്ഥയുണ്ട്, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ലെവലിൽ ഈ ഒരു നല്ല സാലറി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ്. അപ്പൊ അടുത്ത എന്താ നീഡ് വരാം, പിന്നെ ജോബ് സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ജോബ് സേഫ് ജോബ് അതും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എന്തിനാ മോട്ടിവേറ്റഡ് ആവുക, നല്ല സൂപ്പർവൈസറും നല്ല കോവർക്കറും ഉണ്ടെങ്കിൽ മോട്ടിവേറ്റഡ് ആവും. അടുത്തത് എന്താണ് ഹൈ സ്റ്റാറ്റസ്, ക്രെഡിറ്റ് ഒക്കെ കിട്ടുമ്പോഴാണ് അടുത്ത ബെറ്റർ പേഴ്സൺ ആവുക. അങ്ങനെ ഓരോ ലെവലിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആവുമ്പോൾ മാത്രമാണ് നമുക്ക് ജോബ് നല്ല മുന്നോട്ട്, അതായത് മോട്ടിവേറ്റഡ് ആവണം, എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് കൊണ്ടുപോകാൻ പറ്റുക, മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ് മാം. ഇനി അടുത്തത് വളരെ അടിപൊളി തിയറിയാണ്, ആൽഫ്രഡ് ERG തിയറി. മാസ്ലോനെ കോപ്പി അടിച്ചത്. മാസ്ലോ 5 പറഞ്ഞത് 3 ആക്കിയതാണ് ERG തിയറി കേട്ടോ. The ERG theory is an extension of Maslow's hierarchy of needs. Alfred suggested that needs could be classified into 3 categories rather than 5. 5 വേണം, 3 മതി എന്ന് പറഞ്ഞു. These 3 types are existence, relatedness, growth. അതാണ് ERG. Existence, relatedness, growth. These needs composes the needs proposed by Maslow. Maslow തന്നെയാണ്. And they can be satisfied within the work environment. എക്സിസ്റ്റൻസ് നീഡ്സിലാണ് എന്ത് വരുന്നത്, ഫുഡും സെക്യൂരിറ്റിയും വരുന്നത്. ഫിസിയോളജിക്കൽ സേഫ്റ്റി ആർ കൺസേൺ വിത്ത് ഫിസിക്കൽ സർവൈവൽ ദാറ്റ് ഇൻക്ലൂഡ് നീഡ് ഫോർ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ആൻഡ് ഫിസിക്കൽ സേഫ്റ്റി. അതായത് മാസ്ലോയുടെ ഫിസിയോളജിക്കൽ സേഫ്റ്റി കൂടി ഒന്നിൽ പറഞ്ഞു, എക്സിസ്റ്റന്റ് നീഡ്സ്. ഓർഗനൈസേഷൻ ക്യാൻ സാറ്റിസ്ഫൈ ദീസ് നീഡ്. ഈ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യാം, നല്ല പേയ്മെന്റ് കൊടുക്കാം, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൊടുക്കാം, ഒരു സേഫ് എൻവയോൺമെന്റ് കൊടുക്കാം. അപ്പോഴൊക്കെ എന്തായിരിക്കും, അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതാണ് എക്സിസ്റ്റന്റ് നീഡ്സ്. രണ്ടാമത് റിലേറ്റഡ്നെസ് നീഡ്സ് ആണ്. അവിടെ എന്താണ് ഇന്ററാക്ഷൻ വിത്ത് അതർ പീപ്പിൾ, അതാണ് ബിലോങ്ങിങ്നെസ് ആൻഡ് അസോസിയേഷൻ സാറ്റിസ്ഫാക്ഷൻ ഇൻ ടേംസ് ഓഫ് ഇമോഷണൽ സപ്പോർട്ട്, റെസ്പെക്ട്, റെക്കഗ്നീഷൻസ് ആൻഡ് ബിലോങ്ങിങ്സ്. അതായത് നമ്മുടെ മാസ്ലോയുടെ ബിലോങ്ങിങ്നെസ്സും എസ്റ്റീമിന്റെ പകുതി അതും ഈ റിലേറ്റഡ്നെസ് ആണ്. These needs can be satisfied on job by developing interpersonal relations. നല്ല റിലേഷൻഷിപ്പ് ഓർഗനൈസേഷനിൽ കൊടുക്കുകയാണെങ്കിൽ ഈ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാം വിത്ത് കോവർക്കേഴ്സ് ആൻഡ് മെന്റേഴ്സ്. ഓഫ് ദ ജോബ് ബൈ ഹാവിംഗ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടെ സമയം കണ്ടെത്താനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഈ നീഡ്സിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം. അതായത് ഈ ഓർഗനൈസേഷനിൽ ഈ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് തമ്മിൽ നല്ല ബന്ധവും ഈ പിന്നെ വർക്കറിന് നമ്മുടെ ഫാമിലി ഒക്കെ കൊണ്ടുപോകാൻ പറ്റണം. ഫ്രണ്ട്സിന് ഫാമിലിനൊക്കെ പട്ടിപ്പണി നാളെ രാത്രി വരെ അവിടെ മടുക്കും. അയാൾക്ക് ഫാമിലി ഒക്കെ കൊടുക്കാൻ പറ്റിയാലാണ് ഈ റിലേറ്റഡ്നെസ് നീഡ് ഫുൾഫിൽ ചെയ്യാമെന്നാണ് ആൽഫ്രഡ് പറഞ്ഞത്. അടുത്ത ഗ്രോത്ത് നീഡാണ്. നമ്മളെ സെൽഫ് എസ്റ്റീമും സെൽഫ് ആക്ച്വലൈസേഷനും ഇതിലാണ് വരുന്നത്.
Growth needs are those related to the attainments of one's own potential. These needs can be satisfied by using our skills and abilities to fullest. നമ്മുടെ സ്കില്ല് ഫുൾ എബിലിറ്റി നമുക്ക് നമ്മളായിട്ട് വർക്ക് ചെയ്യാൻ ആ ഒരു ഫുള്ളസ്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയാൽ ഈ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാം. നമ്മളെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാൻ പറ്റിയാൽ സാറ്റിസ്ഫൈ ചെയ്യാം. A job can satisfy growth need if it involves challenge, autonomy and creativity. കണ്ടോ, ചാലഞ്ച് വരാണ്, ഓട്ടോണമി, ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റാൻ, ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റിയാൽ ഈ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പം എക്സിസ്റ്റൻസ് നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നല്ല പേയ്മെന്റ് കൊടുക്കുക, ബെനിഫിറ്റ്സ് കൊടുക്കുക, സേഫ് വർക്കിംഗ് എൻവയോൺമെന്റ്, ജോബ് സെക്യൂരിറ്റി ഒക്കെ കൊടുക്കുക, ജോബ് പെർമനന്റ് ആക്കുക. റിലേറ്റഡ് നീഡ്സിന് അവർക്ക് ഓഫീസിലുള്ള എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധവും അതുപോലെ അവർക്ക് ഫാമിലിയും ഫ്രണ്ട്സിനെയും ഒക്കെ ആയിട്ട് ബന്ധം കീപ്പ് ചെയ്യാനുള്ള സാധനം. ഗ്രോത്ത് നീഡ്സിന് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാൻ പറ്റിയാൽ ഗ്രോത്ത് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ മാം. ഇനി മൂന്നാമത്തെ തിയറിയാണ് ഹേഴ്സ്ബർഗ്സ് മോട്ടിവേറ്റർ ഹൈജീൻ തിയറി. ഹേഴ്സ്ബർഗ് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ 2 ടൈപ്പ് നീഡ്സ് ഉണ്ട്, അതില് 2 ടൈപ്പ് ഫാക്ടേഴ്സ് ഉണ്ട്. അതില് മോട്ടിവേഷൻ ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആവും. മോട്ടിവേറ്റഡ് ഫാക്ടർ ഉണ്ട്, ഹൈജീൻ ഫാക്ടർ ഉണ്ട്. ഇപ്പൊ സാലറി ഒരു മോട്ടിവേറ്റഡ് ഫാക്ടർ ആണെന്ന് വിചാരിക്കുക, അതുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മോട്ടിവേറ്റഡ് ആവും. ഈ ഹൈജീൻ ഫാക്ടർ ഉണ്ട് എന്ന് വെച്ച് വലിയ മോട്ടിവേഷൻ ഒന്നും വരില്ല, പക്ഷെ ഇല്ലാണ്ടായാൽ മോട്ടിവേഷൻ കുറയും. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷൻ ഒരു ബാത്റൂം ഉണ്ടെന്ന് വെച്ചിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല, അതായത് മോട്ടിവേഷൻ ഒന്നും ഉണ്ടാവും. ഒരു ബാത്റൂം ഉണ്ടെന്ന് നമ്മൾ മോട്ടിവേറ്റഡ് ആവോ? ഇല്ല. പക്ഷെ ഒരു ബാത്റൂം ഇല്ലാണ്ടായാലോ മോട്ടിവേഷൻ നന്നായിട്ട് കുറയും. അത്തരത്തിലുള്ള ഫാക്ടറാണ് ഹൈജീൻ ഫാക്ടർ എന്ന് പറയുന്നത്. Herzberg's motivated hygiene theory. On the basis of research with engineers and accountants, Frederick Herzberg developed the motivated hygiene theory. He asked the subject to think about the times they felt especially good or bad about their jobs. കണ്ടോ, അക്കൗണ്ടന്റുകളിലും എഞ്ചിനീയർമാരിലും സ്റ്റഡി നടത്തിയിട്ടാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് സാമ്പിൾസിനോട്, അതായത് ഈ സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് ഗുഡ് ആയിട്ട് ഫീൽ ചെയ്ത്, നിങ്ങൾ ബാഡ് ആയിട്ട് ഫീൽ ചെയ്ത് എപ്പോഴാണ്? Herzberg concluded that there are 2 sets of needs. 2 നീഡാണ്. ഹൈജീൻ ഫാക്ടർ ആണ്. ലോവർ നീഡ്സ് ആർ ഫാക്ടേഴ്സ് വിച്ച് സറൗണ്ട് ദ ജോബ് rather than the job itself. They are related to job context. ജോബ് അല്ല, ജോബുമായിട്ടുള്ള കോണ്ടെക്സ്റ്റുകളാണ് ഈ ഹൈജീൻ ഫാക്ടർ. നമ്മൾ ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവില്ല, പക്ഷെ ഈ ഹൈജീൻ ഫാക്ടർ ഇല്ലെങ്കിൽ നമ്മൾ മോട്ടിവേഷൻ കുറയും. These involve features of the work environment such as company policy, supervision, interpersonal relationship, വർക്കിംഗ് കണ്ടീഷൻ, സാലറി ആൻഡ് ബെനിഫിറ്റ്സ്. കണ്ടോ, ഇതൊക്കെ ഹൈജീൻ ഫാക്ടേഴ്സ് ആണ്. ഇത് ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരും മോട്ടിവേറ്റ് ആവില്ല, പക്ഷെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മോട്ടിവേഷൻ നന്നായിട്ട് കുറയും. ഇനി മോട്ടിവേറ്റഡ് നീഡ്സോ ഹയർ നീഡ്സ് ആണ്. മോട്ടിവേറ്റ് എംപ്ലോയീസ് ടു ഹൈ ജോബ് പെർഫോമൻസ് ആൻഡ് പ്രൊമോട്ട് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. കണ്ടോ, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന നമ്മളെ മോട്ടിവേഷൻ ആക്കുന്ന ഫാക്ടേഴ്സ് ആണ് മോട്ടിവേഷൻ നീഡ്സ്. പ്രൊമോഷന്, റെസ്പോൺസിബിലിറ്റി, ആളുകൾ അറിയപ്പെടാൻ, റെക്കഗ്നീഷൻ, ഗ്രോത്ത്, അച്ചീവ്മെന്റ്, ഇതൊക്കെയാണ് മോട്ടിവേഷൻ. ഇതിനെ നമ്മൾ നല്ല മോട്ടിവേറ്റഡ് ആവും. ഹൈജീൻ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ മോട്ടിവേറ്റഡ് ആവില്ല, ഇല്ലാണ്ടാവുമ്പോൾ മോട്ടിവേഷൻ കുറയാന്നല്ല, നേരെ മറിച്ച് മോട്ടിവേറ്റഡ് നീഡ്സോ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് മോട്ടിവേറ്റഡ് ആവും. അപ്പൊ ഹൈജീൻ ഫാക്ടർ താഴെ പോകാൻ പാടില്ല, അതേസമയം മോട്ടിവേറ്റഡ് നീഡ്സിന് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്താൽ ഒരു ഓർഗനൈസേഷൻ നന്നായിട്ട് റൺ ചെയ്യും. These needs are internal to the work itself. They are like job content and include factors such as achievement, responsibility, recognition, growth, advancement, and recognition. The motivated factors operate to build motivation, but their absence is not strongly dissatisfying. കണ്ടോ, മോട്ടിവേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മോട്ടിവേഷൻ നന്നായിട്ടുണ്ടാവും. ഇനി അതില്ലാതെ വെച്ച് മോട്ടിവേഷൻ ഡിസാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ജോബിനോട് ശ്രദ്ധിക്കണേ, മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് മോട്ടിവേറ്റഡ് ആവും, പക്ഷെ ഇല്ലാന്ന് വെച്ചിട്ട് ഡിസാറ്റിസ്ഫൈഡ് ആവില്ല. ഉണ്ടെങ്കിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ വരും, ഇല്ലാന്ന് വെച്ച് ഡിസാറ്റിസ്ഫാക്ഷൻ ആവില്ല. പക്ഷേ ഹൈജീൻ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചിട്ട് സാറ്റിസ്ഫാക്ഷൻ കൂടൊന്നുമില്ല, പക്ഷെ ഇല്ലാണ്ടായാൽ നന്നായിട്ട് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഇപ്പൊ മാം ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, സാലറി ഒരു മോട്ടിവേഷൻ ഫാക്ടർ ആയിട്ട്. അല്ല, സാലറി ശരിക്കും ഹൈജീൻ ഫാക്ടർ. ബോണസ് ആണ്, തെറ്റിപ്പോയതാണ്. സാലറി ഹൈജീൻ ഫാക്ടർ. ബോണസ് ആണ് മോട്ടിവേറ്റ്. ബോണസ് ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ ഡിസാറ്റിസ്ഫൈ ഒന്നും ആവില്ല. നേരെ വെച്ച് സാലറിയോ, സാലറി ഉണ്ട് എന്ന് വെച്ചാൽ വലിയ മോട്ടിവേഷൻ ഒന്നുമില്ല, കുറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡിസാറ്റിസ്ഫാക്ഷൻ. അതായിരുന്നു ചോദിക്കാൻ പോകുന്നത്. അതെനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ?
ഇനി നാലാമത്തെ തിയറിയാണ് മെക്സലൻസ് ലേൺഡ് നീഡ് തിയറി. അതായത് ലേൺഡ് നീഡ്, നമ്മൾ പഠിക്കുന്ന നീഡ് ഫോർ പവർ, നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ അഫിലിയേഷൻ. നമ്മളെല്ലാവരും അംഗീകരിക്കണം, നമ്മളെല്ലാവരും നമുക്ക് അച്ചീവ് ചെയ്യണം, നമുക്ക് പവർ വേണം, ഇതൊക്കെ. മെക്സലൻസ് തിയറി സജസ്റ്റ് ദാറ്റ് നീഡ് ആർ ആംപ്ലിഫൈഡ് ഓർ സപ്രസ്ഡ് ത്രൂ സെൽഫ് കോൺസെപ്റ്റ്, സോഷ്യൽ നോം ആൻഡ് പാസ്റ്റ് എക്സ്പീരിയൻസ്. സമൂഹത്തിന്റെ നിയമങ്ങളിലൂടെ, പാസ്റ്റ് എക്സ്പീരിയൻസിലൂടെയൊക്കെയാണ് നീഡ് വരുന്നത്. ലേൺഡ് നീഡ്സ് ആണ്. Therefore, needs can be learned. അങ്ങനെ ലേൺ ചെയ്ത 3 നീഡാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ്. അതായത് എക്സൽ ചെയ്യണം, അച്ചീവ് ചെയ്യണം എന്നുള്ള ഇതുണ്ടെങ്കിൽ മോട്ടിവേറ്റഡ് ആവും. പിന്നെ നീഡ് ഫോർ അഫിലിയേഷൻ, അംഗീകരിക്കുക. ദ ഡിസയർ ഫോർ ഫ്രണ്ട്ലി ആൻഡ് ക്ലോസ് ഇന്റർപേഴ്സണൽ റിലേഷൻ. ഈ നീഡ് ഫോർ പവർ, അത് കൺട്രോൾ ചെയ്യാം. ദ ഡിസയർ ടു കൺട്രോൾ വൺസ് എൻവയോൺമെന്റ് ആൻഡ് ഇൻഫ്ലുവൻസ് അവേഴ്സ്. പീപ്പിൾ വിത്ത് എ സ്ട്രോങ് നീഡ് ഫോർ അച്ചീവ്മെന്റ് വാണ്ട്സ് ടു അക്കംപ്ലിഷ് റീസണബിളി ചാലഞ്ചിങ് ഗോൾസ് ത്രൂ ദിയർ ഓൺ എഫേർട്ട്. അപ്പം അച്ചീവ്മെന്റ് നീഡ് ആണെങ്കിൽ അയാൾക്ക് ഓൺ എഫേർട്ട് എടുത്ത് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം. ഞാനൊക്കെ ഭയങ്കര അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഉള്ള ആളാട്ടോ. ഭയങ്കര അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ആണ്. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ആണ് കൂടുതലുള്ളത്. എനിക്ക് അച്ചീവ് ചെയ്യണം. ഓരോ അച്ചീവ് ചെയ്യുമ്പോൾ ഞാൻ പുതിയ കണ്ടെത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് എനിക്ക് മോട്ടിവേഷൻ വരെ. ഇപ്പൊ കഴിഞ്ഞ വർഷം വരെ എനിക്ക് എന്റെ ഉമ്മാനെ തന്നെ ഹജ്ജിന് പറഞ്ഞയക്കണം, എനിക്ക് ഒറ്റയ്ക്ക് ഹജ്ജിന് പറഞ്ഞയക്കണം. എന്റെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു. അപ്പൊ അടുത്ത ഗോളിലേക്ക് ഞാൻ പറയൂല, അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയും. അപ്പൊ നമ്മുടെ ഹജ്ജ് കഴിഞ്ഞാലും മോട്ടിവേഷൻ കുറഞ്ഞു. ഞാൻ പുതിയ കാര്യങ്ങൾ അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോട്ടിവേറ്റഡ് ആവാൻ ഞാൻ അച്ചീവ്മെന്റ് ആണ് വെക്കാറുള്ളത്. ഓരോന്നും അച്ചീവ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ വരും. ഇപ്പൊ കൂടുതൽ മോട്ടിവേറ്റഡ് ആവും. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ആണ് കൂടുതൽ. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ചിലർക്ക് പവറിനോടായിരിക്കും, സോ അവർ പവറിന് വേണ്ടിയിട്ടാണ് മോട്ടിവേറ്റഡ് ആവും. ചിലർക്ക് അഫിലിയേഷൻ ആയിരിക്കും. എനിക്ക് അഫിലിയേഷനും ഉണ്ട്, പക്ഷെ അതിനേക്കാൾ അച്ചീവ്മെന്റ്. അപ്പൊ ഞാൻ ഒന്ന് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത ഗോൾ സെറ്റ് ചെയ്യും. അപ്പൊ ഞാൻ വീണ്ടും മോട്ടിവേറ്റ്. അല്ലെങ്കിൽ മോട്ടിവേഷൻ താഴെ. അപ്പൊ ഈ 3 എണ്ണം ഓരോരുത്തരിലും ഏതെങ്കിലും ഒരെണ്ണമാണ്. അതുണ്ടെങ്കിൽ അവര് മോട്ടിവേറ്റഡ് ആവും എന്നാണ്. ഇതാണ് മോട്ടിവേഷന്റെ 4 തിയറീസ്. ഓക്കെ ആണോ? ഇനി സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ഞാൻ ഓൾറെഡി എടുത്തതുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ മാം. ഓക്കെ. നമ്മുടെ സ്റ്റുഡൻസിനോട് ഞാൻ പറയാണ്, നമ്മുടെ 2ാമത്തെ നോട്ട് ഉണ്ടല്ലോ, സ്റ്റഡി പ്ലാനിന്റെ നോട്ട് നന്നായിട്ട് ശ്രദ്ധിക്കാട്ടോ. നാളെ രാവിലെ ഒരു റിവിഷൻ കൂടി വെക്കും. അപ്പൊ ബാക്കിയുള്ള ഡിസ്കസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആയാലും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇന്നത്തെ നാളത്തെ വെച്ച് നോക്കുമ്പോൾ പാസ്സാവാനുള്ള എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ ആണല്ലോ? പറഞ്ഞേ. താങ്ക് യു മാം. അപ്പൊ ഹോപ്പ് സെഷൻ നാളെ രാവിലെ വീണ്ടും നമ്മൾ കാണാം. മേ ബി 10-10:30 സമയത്തായിരിക്കും കേട്ടോ ഉണ്ടാവുക. കാരണം രാവിലെ ആകുമ്പോൾ കുറച്ചുകൂടി ഉഷാറായിട്ടിരിക്കാം. അപ്പം വീണ്ടും കാണും. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇതിന്റെ വീഡിയോ പെട്ടെന്ന് തന്നെ ഇട്ടുതരാം കേട്ടോ. താങ്ക് യു.